ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. ഇന്ന് ഞങ്ങളുള്ളത് ഞങ്ങളുടെ അമ്മ വീട്ടിലാണ്. ഞങ്ങൾ ഇവിടെയാണ് വളർന്നത്. ഞാനൊരു 7th ഗ്രേഡ് വരെ ഞാൻ ഇവിടെയാണ് വളർന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ചുമ്മാ നൊസ്റ്റാൾജിയകൾ അയവിറക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പം ഞങ്ങളിപ്പം ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പം അത് നിന്നിരുന്ന ഒരു പാടത്തിൻ്റെ നടുക്ക. അപ്പം അതിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയാണ്, ഈ വഴിയൊക്കെയാണ് ഞങ്ങൾ സ്കൂളിലോട്ട് നടന്നൊക്കെ വരിക. വെള്ളം ഒക്കെ ഉണ്ട്, ഈ തോടും കാര്യങ്ങളും ഫുൾ. ഇവിടെ പറമ്പ്, അപ്പുറത്തെ വയൽ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ്? അത് മയിലിൻ്റെ സൗണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പട്ടികളും പൂച്ചകളും കാണുന്ന പോലെ ഇവിടെ ഫുൾ നിറയെ മയിലിനെ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഞങ്ങളുടെ സ്കൂൾ. ഇതാണ് ഗൈസ് കരിമ്പന. ഇവിടെയാണ് യക്ഷി ഉണ്ടാവുക. കരിമ്പനയാണ് ഗൈസ്, കരിമ്പന. പിന്നെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതൊരു അമ്പലമാണ്. അവിടെയാണ് ഇതാണ് ഞങ്ങളുടെ സ്കൂൾ വരുന്നത്. ഈ വഴിയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊക്കെ ഫുൾ മണ്ണും വെള്ളമൊക്കെ ആയിരുന്നു. ഞാനൊരു തവണ സ്കൂളിൽ വരുമ്പോൾ ഇവിടെ കുഴിയിലുണ്ടായിരുന്ന വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇതിങ്ങനെ സിമെന്റ് ഇട്ടില്ലേ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഓക്കെ, ഉണ്ണിമോള് പറ, വാട്ട് ഈസ് യുവർ മെമ്മറീസ് അബൌട്ട് നമ്മുടെ സ്കൂൾ ആൻഡ് അതർ തിങ്സ്? അയ്യോ, അത് ആൺമയിലായിരുന്നല്ലേ ഈ കട. കട കാണിക്കൂ. ഈ കട ഇവിടുന്ന് 1 രൂപയ്ക്ക് മിഠായി മേടിക്കാൻ വേണ്ടി മോഷ്ടിക്കുമായിരുന്നു. 50 പൈസ, 1 രൂപ ഒക്കെ മിഠായികൾ, പണ്ടത്തെ കുറേ മിഠായികൾ കിട്ടും അല്ലേ? കുറേ ടൈപ്പ് ഓഫ് മിഠായികൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ 1 രൂപയും നമുക്ക് 50 പൈസയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വരും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഭയങ്കര മെമ്മറീസ്. ഗൈസ്, മയിലിൻ്റെ സൗണ്ടാണ്. പിന്നെ മെമ്മറി ഉണ്ട്. നമ്മുടെ അച്ഛന്, അതായത് അമ്മയുടെ അച്ഛന്, ഞങ്ങൾക്ക് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കൊയ്ത്തും അതും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ പശു ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ ഇവിടെ പശു ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ there are lot of memories ഇവിടെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പണ്ട് ഇവിടെ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു, ഇതുപോലെ നെൽകൃഷി ഉണ്ടായിരുന്നു അച്ഛനുള്ള സമയത്ത്. അപ്പം അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വരും, എന്നിട്ട് പണിക്കാരുടെ കൂടെയൊക്കെ നടക്കും. അച്ഛനാണ് മേൽനോട്ടം ഉണ്ടാവുക. അപ്പം ഈ ചായ കൊണ്ടു കൊടുക്കാൻ വരും. അപ്പോഴാണ് ഇവരെ പശു എല്ലാം ഓടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് പറഞ്ഞ ഭയങ്കര ഒരു ഗ്രാമീണ അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു. നൈസ്. കണ്ടോ, ഞങ്ങളുടെ സ്കൂളാണിത്. ഇപ്പം ഭയങ്കര ഹൈടെക്കായി. ഞങ്ങൾ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു 3 ക്ലാസ്സും ഓടിട്ട ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഓടൊക്കെ ഇട്ടൊരു വരാന്തയൊക്കെയുള്ളൊരു ബിൽഡിങ്, പിന്നെ ഒരു സ്റ്റാഫ് റൂമും, അത്രേ ഉള്ളൂ. അത് ചെറിയൊരു ഇതായിരുന്നു. ഇപ്പം ഭയങ്കര ഹൈടെക്കായി ഞങ്ങൾ പോയതിന് ശേഷമൊക്കെ. എന്തായാലും പോയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. അപ്പം നമ്മളിവിടെ ഉത്സവമാവുന്ന സമയത്ത് നല്ല അടിപൊളിയാണ്. ഇവിടെ ഫുൾ കടകളൊക്കെ വരും. സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ മയിൽ കരയുന്നത് ഗൈസ്. അപ്പം ഉത്സവമാവുന്ന സമയത്ത് ഇതുപോലെ ഇവിടെ നിറയെ കടകളുണ്ടാവും. ഞങ്ങൾ ഈ മതിലിൻ്റെ പൊക്കത്ത് വന്നിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. നിറയെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഭയങ്കര രസമാണ്. കുറേ ലോട്ട് ഓഫ് മെമ്മറീസ് ഇവിടെ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നു. അന്നും ഇന്നും നമുക്ക് ഇവിടെ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞത് ഈ മാവാണ്. ഈ മാവ് ഇപ്പോഴും അത് വെട്ടാതെ അങ്ങനെ തന്നെ ഉണ്ട്. വേറെ അതെ, കുറേ കാര്യങ്ങൾ മാറിയെങ്കിലും ഈ മാവ് മാത്രം അങ്ങനെ വലിയൊരു മാവാണ്. അതിപ്പോഴും അങ്ങനെ വെച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ പൊക്കത്ത് മയിലിരിക്കുന്നത്, മയിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ മയിലൊക്കെ വരും. കണ്ടോ, നല്ല അടിപൊളി മയിൽ. ഇത്രേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ മയിലുകൾ ഇരുന്ന് കരയുന്നുണ്ട്. അടിപൊളിയല്ലേ ഗൈസ്? ഇതാണ് ഗൈസ് ഞങ്ങളുടെ അമ്പലം. നടന്നു പോവാം. ഇവിടെ എങ്ങനെയാ അറിഞ്ഞില്ലല്ലേ ഫസ്റ്റ്? ഇവിടെ ചുമ്മാ ഇങ്ങനെ പാടത്തിന്റെ വരമ്പ് പോലെ, ഈ വരമ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നടക്കാനുള്ള വഴിയൊന്നുമില്ല. ഇതെല്ലാം ഇപ്പം വന്നിട്ടുള്ളത്. അത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വരമ്പ് പോലെ ചെറുതായിട്ട് മണ്ണിട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ്. ഹാവ് എ ക്ലോസ് ലുക്ക് ടു അമ്പലം. ആൻഡ് ഇതിലേ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡ് കഴിഞ്ഞാൽ അവിടെ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ പണ്ട് ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് കസിൻസ് എല്ലാം വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുഴയിൽ കുളിക്കാനൊക്കെ പോകും. അങ്ങനെ ഒരു
പ്രകൃതി മനോഹര രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതൊക്കെ. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 7th പശുവും കോഴിയും അങ്ങനെ കുറേ കൃഷിയും ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഫുൾ വളർന്ന്. ഭയങ്കര അടിപൊളി ഒരു ചൈൽഡ്ഹുഡായിരുന്നു എൻ്റെ. ഗൈസ് മയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു. ആൺമയിലാണ്. നോക്ക് 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 അവിടെ നോക്ക്. എന്തോ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ ഒറിജിനൽ കുരുവിക്കൂട് കണ്ടിട്ടുണ്ടോ? അതാണ് തൂക്കണാം കുരുവി കൂട് കെട്ടുന്നതാണ്. ആ തൂങ്ങിക്കിടക്കുന്നത് പനയുടെ മേലെ. ഇത് ചിലപ്പോൾ ഇങ്ങനെ മഴ പെയ്താലോ ഒക്കെ നമുക്കത് നിലത്ത് വീഴും. ഇപ്പം നമുക്കിതിൻ്റെ ആർട്ടിഫിഷ്യൽ കൂട് വാങ്ങാൻ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് ഒറിജിനൽ കൂട് കണ്ടു കിട്ടിയിരുന്നു. ഇത് കാറ്റടിക്കുമ്പോഴോ മഴയത്തൊക്കെ നിലത്ത് വീഴും. അപ്പോൾ അത് പോയി പെറുക്കിയിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ കൊണ്ട് തൂക്കിയിടും. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര നൊസ്റ്റ് അടിക്കുന്നതൊക്കെ ഇത്. കാരണം അങ്ങനെ അത് പെട്ടെന്ന് കിട്ടത്തില്ല. അത് പല ഷേപ്പിൽ 2 എന്താ പറയുക കമ്പാർട്ട്മെൻ്റ് ഉള്ളത്, ഒരു കമ്പാർട്ട്മെൻ്റ് ഉള്ളത്, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് സംഭവം. കുഞ്ഞി കുരുവികളുടെ കൂടാണത്. അടുത്ത മയിൽപ്പാടത്തൂടെ കുത്തിപ്പെറുക്കി നടക്കുന്നുണ്ട്. എന്താ ഇട്ട് കൊടുക്കാൻ മണ്ണിരയോ? നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും മീനിനെ? വളർത്തുവോ? ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്. അയ്യേ വേറെ പാടൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ പഴയ പശുത്തൊഴുത്ത്. അപ്പുറത്ത് കോഴിക്കോട്. ഇത് ഒരു അമ്പലമാണ്, പറമ്പിൽ ഉണ്ടായ ഒരു അമ്പലം. ആ അമ്പലം തന്നെ മുളച്ച് വന്നതാണെന്നാണ് പറഞ്ഞത്. പണ്ട് കല്ലൊക്കെ വെച്ചൊരു അമ്പലമായിരുന്നു. ഇപ്പം അതൊക്കെ പൊളിച്ച് ഇപ്പം പണിതു അമ്പലം. അങ്ങനെ 2 അമ്പലങ്ങളുണ്ടായിരുന്നു ആ പറമ്പിൽ. ഇവിടെയും പറമ്പിൽ ഇവിടെ നിറയെ മയിലുകളുണ്ട്. അതുപോലെ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പറമ്പിലാണ് ഗൈസ് ഞങ്ങളുടെ വീടുള്ളത്. ഇതിലും നിറയെ കവുങ്ങും കുറേ കൃഷി ഉണ്ടായിരുന്നു അച്ചാച്ചനുള്ള സമയത്ത്. ഇപ്പം പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ. ഞാൻ ചുമ്മാ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എനിക്ക് എന്തോ നൊസ്റ്റു കടിച്ചപ്പോൾ ഓക്കെ ലെറ്റ്സ് ഡു എ വ്ളോഗ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ എടുത്തതാണ്. സോ ഇതാണ്. പിന്നെ കുറേ കസിൻസ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ അവരവരെ വീട്ടിലാണ് ഓണക്കമായിട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.